എവ്രിവൺ, എക്സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ജൂലൈയിലെ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് 2 ആയിട്ടുള്ള റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു, ഇനി നമ്മൾ ഹാൾ ടിക്കറ്റും വന്നിട്ടുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് സെറ്റ് എക്സാമിന് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. യൂണിറ്റ് 2 കോംപ്ലക്സ് അനാലിസിസ് എന്ന പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്ലക്സ് അനാലിസിസിൽ 2 മൊഡ്യൂളാണ് മെയിനായിട്ട് വരുന്നത്. ബേസിക് കൺസെപ്റ്റ് ഇൻ കോംപ്ലക്സ് അനാലിസിസും ആൻഡ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലും. ബേസിക് കൺസെപ്റ്റ്സിൽ മെയിനായിട്ട് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സും, അബ്സല്യൂട്ട് വാല്യൂ, പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ, ഡിമോറിസ് തിയറംസ് ആൻഡ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആൻഡ് nth റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് അനലിറ്റിക് ഫംഗ്ഷൻസ്, കോഷി-റീമാൻ ഇക്വേഷൻസ്, മൊബൈസ് ട്രാൻസ്ഫോർമേഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ മൊഡ്യൂൾ 2 എടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ പവർ സീരീസ് ഓഫ് ഫംഗ്ഷൻസ്, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് പവർ സീരീസസ്, സീറോസ്, പോൾസ് ആൻഡ് സിംഗുലാരിറ്റീസ് ഓഫ് ഫംഗ്ഷൻസ്, ലവ്ലേസ് തിയറം, ഓപ്പൺ മാപ്പിംഗ് തിയറം, മാക്സിമം മോഡുലസ് തിയറം, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ്, കോഷീസ് തിയറം ആൻഡ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ കോംപ്ലക്സ് ഫംഗ്ഷൻസ്, കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ആൻഡ് റെസിഡ്യൂ തിയറം. ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ടൈലർ സീരീസ് ഓഫ് 1/z അബൌട്ട് z is equal to 1 is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു കൺഫ്യൂസിങ് ആക്കിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കാരണം ആൻസർ അറിയാമെങ്കിൽ കൂടി ശ്രദ്ധിക്കാത്തത് കാരണം തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 1/z ടൈലർ സീരീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അബൌട്ട് ദ പോയിന്റ് z is equal to 1. അപ്പോൾ ഒരു ടൈലർ സീരീസ് എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ Z0 സെൻറ്ററും R0 റേഡിയസും ആയിട്ടുള്ള ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പൺ ഡിസ്കിൽ അനലറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് f of z is equal to summation n equal to 0 to infinity an into z minus z0 whole raised to n, where an is equal to nth derivative of f at z0 divided by n factorial. അപ്പം അങ്ങനെ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/z ആണ്. നമുക്കറിയാം 1/z ഈസ് അനലറ്റിക് എവറി ഡൊമെയിൻ നോട്ട് കണ്ടെയ്നിങ് ദ പോയിന്റ് z is equal to 0. z is equal to 0 എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത എല്ലാ ഡൊമെയിനിലും എന്താണ് f of z is equal to 1/z എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓപ്പൺ ഡിസ്ക് ഇവിടെ കിട്ടും. എഫ് അനലറ്റിക് ആയിട്ടുള്ളൊരു ഓപ്പൺ ഡിസ്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എഫിനൊരു ടൈലർ സീരീസ് എക്സ്പാൻഷനും കൊണ്ടുവരാം. അപ്പോൾ ടൈലർ സീരീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എഫിൻ്റെ ഡെറിവേറ്റീവ്സ് വേണം. ഈ സീരീസ് എക്സ്പാൻഷനിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫിൻ്റെ ഡെറിവേറ്റീവ് വേണം. സോ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z ആണ്. സോ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ -1/z² ആയിരിക്കും. ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ബൈ z³ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു -3 ഫാക്ടോറിയൽ ബൈ z raised to 4. ഇനി നമ്മൾ z is equal to 1 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എല്ലാത്തിലും. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആൻഡ് എഫ് ഡാഷ് ഓഫ് 1 ഈക്വൽ ടു -1 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ആൻഡ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു -3 ഫാക്ടോറിയൽ. നൗ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. സോ 1/z is equal to f of 1 plus f dash of 1/1 factorial into z minus 1 plus f double dash of 1/2 factorial into z minus 1 whole square plus etc. And that is equal to 1 minus z minus 1 plus z minus 1 whole square minus z minus 1 whole cube plus etc. And this is the ഫൈനൽ ആൻസർ. സോ നമുക്ക് ഓപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യാം ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നതെന്ന്. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 1 minus z minus 1 plus z minus 1 whole square minus z minus 1 whole cube plus etc. This is the final answer. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടീസ്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എ പ്ലസ് ഐ വി ബൈ എ മൈനസ് ഐ ബി ദെൻ എക്സ് ആൻഡ് വൈ സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. ഓപ്ഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ is equal to 0. ഓപ്ഷൻ ബി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ is equal to 1. ഓപ്ഷൻ സി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ is equal to 0. ഓപ്ഷൻ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ is equal to 1.
അപ്പോൾ ഈ ഇക്വേഷൻ ഏത് ഇക്വേഷനിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് പ്ലസ് ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് അതിൻ്റെ സ്ക്വയറിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒറ്റ സാധനം അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ മോഡുലസ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡിൽ മോഡുലസ് കൊടുത്തു കഴിഞ്ഞാലോ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. And this both will be cancelled, that is equal to 1. Therefore, x square plus y square equal to 1. So, option B is the right answer. X square plus y square equal to 1 is the right answer. ഇനി നമ്മൾ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. If E2 denotes the complex plane among the following statements which is not true. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക, എന്നിട്ടേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ വെർ എൻ ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് അനലറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ E2. E2 എന്ന് പറയുന്ന കോംപ്ലക്സ് പ്ലെയിനിൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ എന്ന് പറയുന്നത് അനലറ്റിക് ആണ് വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു എൻ എന്ന് പറയുന്നത് അനലറ്റിക് ആണ്. എൻ പോസിറ്റീവ് ആവുന്തോറും സെഡ് റേസ് ടു എൻ എന്ന് പറയുന്നത് നമുക്ക് അനലറ്റിക് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. കാരണം ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് അനലറ്റിക് ആണെന്ന് പറയാൻ പറ്റുക? ആ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? അനലറ്റിക് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, അതിൽ തെറ്റൊന്നുമില്ല. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. പോളിനോമിയൽസ് ആർ അനലറ്റിക് എവ്രിവെയർ ഇൻ E2. നമുക്കറിയാം പോളിനോമിയൽസും അനലറ്റിക് ആണ്. ഒരു കോംപ്ലക്സ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അത് പോളിനോമിയൽസ് എന്ന് പറയുന്നത് അനലറ്റിക് ആണ്. കാരണം എന്താ? പോളിനോമിയൽസ് ഡിഫറൻഷ്യബിൾ ആണ്, എല്ലാ പോയിന്റിലും നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ഓപ്ഷൻ സി നോക്കാം. The exponential function f of z is equal to e raised to x is analytic everywhere in E2. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള e raised to x എന്ന് പറയുന്നത് E2ലെ എല്ലാ പോയിന്റിലും അനലറ്റിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം e raised to x ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി എന്ന് പറയുന്നതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ ഇതിൽ ഏതാ തെറ്റായിട്ടുള്ള ആൻസർ ഇല്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ 4n z⁻²n. അപ്പോൾ ഇത് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്കൊരു റേഡിയസ് കൺവേർജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്തായാലും പഠിച്ചു വെക്കണം, എങ്ങനെയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ 4n z⁻²n ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒരു സീരീസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an z⁻z0n നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് 1/r is equal to limit supremum n tend to infinity mod an raised to 1/n, and the second one is r is equal to limit n tend to infinity mod an by mod an plus 1. So here the function is f of z is equal to 4 raised to summation 4 raised to n z⁻²n. So an is clearly we know that it is 4 raised to n. ഇനി നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ z-z0ന്റെ പവർ എന്ന് പറയുന്നത് n ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പവർ എന്ന് പറയുന്നത് 2n ആണ്. സോ നമ്മൾ t എന്ന് പറയുന്നത് z² ആയിട്ട് എടുക്കുകയാണ്. സോ നമ്മൾ t എന്ന് പറയുന്നത് z² ആയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ r ഈക്വൽ ടു ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി 4n. an എന്ന് പറയുന്നത് ഇവിടെ 4n ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n + 1 അപ്പോൾ എന്ത് വരും? 4n + 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഈ 4n 4n ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1/4 എന്ന് കിട്ടും. സോ മോഡ് t ഈസ് ലെസ് ദാൻ 1/4. മോഡ് t ആണ് നമുക്ക് ലെസ് ദാൻ 1/4 എന്ന് കിട്ടിയത്.
അപ്പോൾ ടി എന്ന് പറയുന്നത് നമ്മൾ സെഡ് സ്ക്വയർ ആണ് എടുത്തിട്ടുണ്ട്. സോ മോഡ് സെഡ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 1/2. ദെർഫോർ മോഡ് സെഡ് ഈസ് ലെസ് ദാൻ 1/2. സോ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദിസ് സീരീസ് ഈസ് ഓപ്ഷൻ ബി 1/2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ റെസിഡ്യൂ ഓഫ് കോട്ടിസെഡ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു 0. സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിംഗുലർ പോയിന്റിലെ കോട്ടിസെഡിന്റെ റെസിഡ്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഒരു സിംഗുലർ പോയിന്റ് എന്ന് ആദ്യം നോക്കാം. സോ സിംഗുലർ പോയിന്റ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഒരു ഡൊമൈനിലെ ഒരു പോയിന്റിൽ മാത്രം അനലിറ്റിക് അല്ല, ബട്ട് അതിൻ്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും സം പോയിന്റിൽ അത് അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് എന്ത് പറയാം? സിംഗുലർ പോയിന്റ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയാം. ഓക്കെ, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് പോൾ ഓഫ് ഓർഡർ എം, ആൻഡ് രണ്ടാമത്തേത് റിമൂവബിൾ സിംഗുലർ പോയിന്റ്, മൂന്നാമത്തേത് എസെൻഷ്യൽ സിംഗുലർ പോയിന്റ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സിംഗുലർ പോയിന്റ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ പോൾ ഓഫ് ഓർഡർ എം എന്ന് വെച്ചാൽ നമുക്കൊരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ, അതിലെ സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന പാർട്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പാർട്ടിൽ ബി എമ്മുകൾ, അതായത് B1 by Z minus Z0 whole raised to 1 etc. plus BM by Z minus Z0 whole raised to M എന്ന് വരെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയും. BM plus 1 0 ആയിരിക്കും, BM plus 2 0 ആയിരിക്കും, അങ്ങനെ പോകും. എം വരെ നമുക്ക് ഉണ്ടാവുള്ളൂന്നുണ്ടെങ്കിൽ നമുക്കതിനെ പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയാൻ പറ്റും. ഇനി റിമൂവബിൾ സിംഗുലർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല, അതായത് പ്രിൻസിപ്പൽ പാർട്ട് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സിംഗുലർ പോയിന്റിനെ നമുക്ക് എന്ത് പറയാം? റിമൂവബിൾ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണ്. എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ആയിട്ട് പോവാണ്. ദ പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ഇൻഫിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് റെസിഡ്യൂ എന്താണെന്ന് നോക്കാം. റെസിഡ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ B1 എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റ് ആണ് നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് B1 is equal to 1/2πi integral over C f of z dz is called the residue of f at the isolated singular point. ആ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിലുള്ള റെസിഡ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പറയാം. സോ ഇവിടുത്തെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് 2 functions P and QB അനലറ്റിക് അറ്റ് എ പോയിന്റ് Z0. ഒരു Z0 എന്ന് പറയുന്ന പോയിന്റിൽ പിയും ക്യൂവും അനലറ്റിക് ആണ്. ആൻഡ് ഇഫ് P of Z0 നോൺ സീറോ, Q of Z0 ഈക്വൽ ടു 0 ആൻഡ് Q dash of Z0 നോട്ട് ഈക്വൽ ടു 0, then Z0 ഈസ് സിമ്പിൾ പോൾ ഓഫ് ദി quotient P of Z by Q of Z and the residue at Z is equal to Z0 is of P of Z by Q of Z is equal to P of Z0 by Q dash of Z0. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റിൽ അനലറ്റിക് ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ഉണ്ട്, P of Z ഉം Q of Z ഉം. P of Z0 എന്ന് പറയുന്ന പോയിന്റ് 0 ആണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടുത്തെ കോട്ട് Z ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. കോട്ട് Zനെ നമുക്ക് എങ്ങനെ എഴുതാം? cos Z ഡിവൈഡഡ് ബൈ സൈൻ Z എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇവിടുത്തെ Z0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അറ്റ് ദ പോയിന്റ് Z0 cos Z is equal to എന്താണ്? cos Z എന്ന് പറയുന്നത് 1, that is not equal to 0 ആണ്. ആൻഡ് sin Z എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ആൻഡ് സൈനിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിന് നമുക്ക് P of Z by Q of Z എന്ന് എഴുതാം. ആൻഡ് ഇവിടെ P of Z നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി, ആൻഡ് Q of Z ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി Q dash of Z എന്താണെന്നാണ് നോക്കുന്നത്. Q dash of Z എന്ന് പറയുന്നത് cos Z ആണ്. cos Z എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ് അറ്റ് എവിടെ? Z നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിഡ്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? റെസിഡ്യൂ കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. റെസിഡ്യൂ അറ്റ് Z is equal to 0, P of Z എന്ന് പറയുന്നത്
കോസ് ഇസഡ് ആണ്. ഡിവൈഡ് ബൈ ക്യൂ ഓഫ് സെഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ കോസ് 0 ഡിവൈഡഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ക്യൂ ഡാഷ് വരുമ്പോൾ കോസ് വരും. കോസ് സെഡ് നോട്ട് ദാറ്റ് ഈസ് കോസ് 0 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 equal to 1. So 1 is the residue at z is equal to 0. So option B is the right answer.